ബി.ജെ.പിയെ പ്രതിരോധിക്കാൻ ഒരു ഭാഗത്ത് ശക്തമായി തന്നെ DMK നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എവിടെയാണോ രാഷ്ട്രീയം കളി നടത്തേണ്ടത്, അതായത് ദ്രാവിഡ രാഷ്ട്രീയത്തിൽ ഊന്നിക്കൊണ്ട് എവിടെയൊക്കെ തമിഴ് ജനതയുടെ വികാരം അത് ഉയർത്താൻ സാധിക്കുമോ അവിടെയെല്ലാം കൃത്യമായി തന്നെ സ്റ്റാലിനും ഉദയനിധി സ്റ്റാലിനുമൊക്കെ പറഞ്ഞു വയ്ക്കുന്ന ചില രാഷ്ട്രീയ തന്ത്രങ്ങളുണ്ട്. അവർ അത് പയറ്റുന്നുമുണ്ട്. അവിടെയാണ് ബി.ജെ.പി ശക്തമായ പ്രതിരോധം സൃഷ്ടിക്കേണ്ടത്. അതിലുപരി DMK എന്നുള്ള ഒരു ശക്തിയോടൊപ്പം തന്നെ ഇപ്പം TVKയും ഉയർന്നു വരികയാണ്. TVKയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു സ്വാധീനം ചെലുത്താൻ ഒരു പക്ഷേ ഈ സിനിമാ വ്യവസായത്തിൽ തന്നെ വിജയ് നിൽക്കുന്നതുകൊണ്ട് ഒരു പരിധിവരെ സാധിച്ചു എന്നുമിരിക്കും. അതുകൊണ്ട് ഈ രണ്ട് പ്രതിയോഗികൾ, ഒന്ന് വളരെ ശക്തനാണ്, ഒന്ന് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. AIADMKയെ സംബന്ധിച്ചിടത്തോളം അതിപ്പോൾ ഒരു പുനരുജ്ജീവനത്തിന്റെ പാതയിലാണ്. അത് എങ്ങോട്ടേക്ക് പോകുമെന്നുള്ളത് പറയാൻ കഴിയില്ല. അതുകൊണ്ട് BJPയെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളികൾ മുന്നിൽ വളരെ കൂടുതൽ തന്നെയാണ്. രോഹിണി ചൂണ്ടിക്കാണിച്ചതും നമ്മുടെ ഗോപകുമാർ സാറ് പറഞ്ഞതും വളരെ കൃത്യമായിട്ട് പരിശോധിക്കേണ്ട വിഷയങ്ങളാണ്. പക്ഷേ നമുക്ക് സമീപകാലത്ത് അണ്ണാമലയുടെ നേതൃത്വത്തിൽ തമിഴ്നാട്ടിൽ നടന്ന അദ്ദേഹത്തിന്റെ ജനസമ്പർക്ക ജാഥകൾ, അതിന് അദ്ദേഹം ചെലവഴിച്ച ഊർജം, അതിന്റെ ആസൂത്രണം, അതിലുണ്ടായിരുന്ന ജനപങ്കാളിത്തം, അതിൽ തമിഴ്നാട്ടിലെ വിവിധ ഘടകങ്ങളോടുള്ള സമീപനം, ഇവിടെ ഗോപകുമാർ സാർ പറഞ്ഞ ഒരു കാര്യത്തെ ഞാൻ അംഗീകരിക്കുന്നു. സാധാരണ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് തമിഴ്നാട്ടിൽ വിജയകരമാവില്ല. സാമ്പ്രദായിക രാഷ്ട്രീയ സമവാക്യങ്ങളുടെ പ്രായോഗികത കൊണ്ട് മാത്രം തമിഴ്നാട് രക്ഷപ്പെടുകയില്ല. പക്ഷെ തമിഴ്നാട്ടിലെ BJPക്ക് ആത്മവിശ്വാസം നൽകുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് നോക്കൂ. AIADMKയുടെ തകർച്ച, മധ്യവർഗത്തിന്റെ അസംതൃപ്തി, അവിടെ വന്നിരിക്കുന്ന പുതിയ മാറ്റങ്ങൾ, പ്രത്യേകിച്ച് സെലിബ്രിറ്റി രാഷ്ട്രീയത്തോട് അവർക്ക് അല്ലെങ്കിൽ സെലിബ്രിറ്റികളോടുണ്ടായിരുന്ന ആരാധനയിൽ ഉണ്ടായ ഇടിവ്, മാത്രവുമല്ല വേലുപ്പള്ളി പ്രഭാകരന്റെ മരണശേഷം ആ ഏതൊക്കെ തരത്തിലുള്ള വികാരമാണ് കത്തിജ്വലിപ്പിക്കാൻ ശ്രമിച്ചിരുന്നത്, അതിന് ആ തലത്തിലേക്ക് പിന്നീട് സ്വീകാര്യത വരാതിരിക്കൽ, മധ്യവർഗത്തിനിടയിൽ ഉണ്ടായിരിക്കുന്ന വിദ്യാഭ്യാസ പുരോഗതി, ദേശീയ തലത്തിലും സാർവദേശീയ തലത്തിലും ഉണ്ടായിരിക്കുന്ന വിദ്യാഭ്യാസവും മത്സരാധിഷ്ഠ സമൂഹത്തോടും തമിഴ് ജനതയെ പരിമിത പ്രാപ്തമാക്കേണ്ടതിൽ നടന്നുകൊണ്ടിരിക്കുന്ന പോരായ്മകൾ. ഒരു കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കും. 1952 കോൺഗ്രസിന് അവിടെ ന്യൂനപക്ഷമായി പോകേണ്ടി വന്നത് അവിടുത്തെ വിദ്യാഭ്യാസ രംഗത്ത് അന്നുണ്ടായിരുന്ന ചില തലതിരിഞ്ഞ നടപടികൾ നടപ്പിലാക്കിയതായിരുന്നു. പിന്നീട് അവിടെ തിരിച്ചു വന്ന C രാജഗോപാലാചാരി ഈ വിദ്യാഭ്യാസ രംഗത്ത് കനത്ത മാറ്റങ്ങൾ വരുത്തിയ കൂട്ടത്തിൽ ത്രിഭാഷാ പദ്ധതിയും ഉച്ചക്കഞ്ഞിയും പുതിയ ഭൗതിക സാഹചര്യങ്ങളും പുതിയ ഇൻഫ്രാസ്ട്രക്ചറും അഗ്രികൾച്ചർ മേഖലയിലുണ്ടായ നേട്ടങ്ങളും സെക്ടറുകളായി തിരിച്ച് വ്യാവസായിക രംഗത്ത് നൽകിയ പദ്ധതികളും ഇതൊക്കെ മെല്ലെ മെല്ലെ അവിടത്തേക്ക് ജനങ്ങളുടെ സ്വീകാര്യത വർദ്ധിപ്പിക്കുകയും പുറംതിരിഞ്ഞു നിൽക്കുന്നതിന് പകരം ഇത്തരം അനുകൂലങ്ങളെ ഘടകങ്ങളെ പ്രോത്സാഹിപ്പിച്ചതിന്റെ ഫലമായിട്ടാണ് 52 താഴത്തേക്ക് പോകുമായിരുന്ന കോൺഗ്രസ് പിന്നീട് തിരിച്ചു വന്നത്. ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് അന്നത്തെ കൃത്യമായ ആസൂത്രണത്തിന്റെ ഗുണഫലങ്ങളാണ് ഒരുപക്ഷെ തമിഴ്നാട് ഇന്ന് അനുഭവിക്കുന്നത്. അവർ ഒരുപാട് ജലവൈദ്യുത പദ്ധതികൾ, ഒരുപാട് ജലസേചന പദ്ധതികൾ, ഒരുപാട് വ്യാവസായിക മേഖലകളിലുള്ള ശ്രദ്ധയൂന്നൽ, വിദ്യാഭ്യാസ രംഗത്തുള്ള കടുത്ത അടിത്തറകൾ, ഇതൊക്കെ അവിടെ വർദ്ധിപ്പിച്ചിരുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ DMK അല്ലെങ്കിൽ ദ്രാവിഡ കക്ഷികളുടെ പ്രവർത്തനത്തിന്റെ ഫലമായി ആ മേഖല ഇടിവ് സംഭവിക്കുന്നു. ആ മേഖലയിൽ വിചാരിച്ച പോലുള്ള മുന്നേറ്റങ്ങൾ സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ് വികസനത്തെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് പകരം ഇപ്പോഴും തമിഴ് സ്വത്വത്തെ ഉയർത്തിപ്പിടിക്കാനും വൈകാരികമായ വിഷയങ്ങളിലേക്ക് തിരിച്ചു പോകാനും DMK പ്രേരിപ്പിക്കുന്നതിന് ചേതോവികാരം എന്തായിരിക്കണം? അപ്പൊ നമുക്കറിയാം, ഏതാണ്ട് ചില കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഗോപകുമാർ സാർ പറഞ്ഞ മാതിരി ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഏതാണ്ട് 40ഓളം സീറ്റുകൾ UP വർദ്ധിക്കുമ്പോൾ 4 or 6 സീറ്റുകൾ ജനസംഖ്യാടിസ്ഥാനത്തിൽ ഇപ്പോൾ ലഭ്യമായ കണക്ക് വെച്ച് തമിഴ്നാട്ടിൽ വർദ്ധിക്കാനാണ് സാധ്യത. ഒരുപക്ഷെ ദക്ഷിണേന്ത്യയിൽ ആകെ കുറയാൻ പോകുന്നത് ഏതാണ്ട് നമ്മുടെ സംസ്ഥാനത്ത് മാത്രമായിരിക്കുമെന്നാണ് ലഭ്യമായ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കർണാടക ആയാലും ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും ഇടിവ് സംഭവിക്കാനുള്ള സാധ്യതയില്ലെന്ന് മാത്രമല്ല, ഒരുപക്ഷെ ഉത്തരേന്ത്യയിലെ നഗരങ്ങൾ ഉള്ളതുപോലെ അല്ലെങ്കിൽ മണ്ഡലങ്ങൾ ഉള്ളതുപോലുള്ള വർധന ഒരുപക്ഷെ ഉണ്ടാവുമായിരുന്നില്ല. ഇത് മാത്രമല്ല, 6-ാം തീയതിയാണ് സർവകക്ഷി യോഗം അതുമായി ബന്ധപ്പെട്ട് വിളിക്കാൻ പോകുന്നത്. അപ്പൊ ഈ പ്രചരണത്തിനൊക്കെ ആയുസ് ഒരുപക്ഷെ ആ സർവകക്ഷി യോഗം കഴിയുന്നതോടുകൂടിയും അതിന്റെ ആസൂത്രണം കഴിയുന്നതോടു കൂടിയിട്ടും, മാത്രമല്ല ലഭ്യമായ വിവരങ്ങൾ സെൻസസ് പ്രവർത്തനങ്ങൾ ഏതാനും സമയങ്ങൾക്കുള്ളിൽ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. സെൻസസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരും. ഇതും ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് ഏതാണ്ട് സർവകക്ഷി യോഗത്തിൽ ധാരണയെത്തും. അപ്പൊ അതൊക്കെ തരത്തിലുള്ള ഈ നുണപ്രചരണത്തിന് ഇന്ത്യയിൽ വലിയ ആയുസ് ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. അതോടൊപ്പം ഇവിടെ പലരും പറഞ്ഞ മാതിരിയിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എന്തുകൊണ്ട് വർധനവുണ്ടായില്ല, ഇന്ന് എന്തുകൊണ്ട് വർധനവുണ്ടാവുന്നു പോകുന്നു? കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് തമിഴ്നാട്ടിൽ
ദേശീയ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ഊന്നൽ നൽകിയത് അവിടുത്തെ സംഘടനാപരമായുള്ള പ്രവർത്തനങ്ങൾക്ക് ശക്തമാക്കാൻ വേണ്ടിയാണ്. കഴിഞ്ഞ കാലങ്ങൾക്ക് വിഭിന്നമായിട്ട് ഗ്രാസ് റൂട്ട് ലെവലിൽ തമിഴ്നാടിന്റെ എല്ലാ മേഖലകളിലും, എല്ലാ ജില്ലകളിലും, എല്ലാ ഗ്രാമങ്ങളിലും എന്ന രൂപത്തിൽ തന്നെ നടത്താൻ സാധിച്ചു. അവിടെ കാൽനടയായും അല്ലാതെയും അവരുടെ വികാരങ്ങളെ ചൂഷണം ചെയ്യത്തക്ക വിധത്തിലുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിനുള്ള നേതാവിനെ കണ്ടെത്താൻ സാധിച്ചു. വലിയ ഓഫറുകൾ ഉണ്ടായിട്ട് പോലും അദ്ദേഹം ദേശീയ നേതൃത്വത്തിലേക്ക് പോകാതെ തമിഴ്നാട് രാഷ്ട്രീയത്തിലെ ശ്രദ്ധയൂന്നുന്നതിനുള്ള കാരണം തന്നെ ആ വർദ്ധിച്ച ആത്മവിശ്വാസമാണ്. ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഈ പ്രചരണങ്ങളെയും പ്രവണതകളും ഒക്കെ പലപ്പോഴും BJPക്ക് മറികടക്കാൻ സാധിച്ചിട്ടുണ്ട്. നോക്കൂ, ത്രിപുരയിൽ ഏതെങ്കിലും ഒരാൾക്ക് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുമായിരുന്നു ഒരു 10 വർഷങ്ങൾക്കുള്ളിൽ ത്രിപുരയിലേക്ക് ഈ വലിയ മുന്നേറ്റം നടത്താൻ BJPക്ക് സാധിക്കുമെന്ന്? ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും തെരഞ്ഞെടുപ്പ് നിരീക്ഷകന്മാരെയും അമ്പരപ്പിച്ചുകൊണ്ടല്ലേ നമുക്ക് ഹരിയാനയിലെ വിജയം കൊയ്യാൻ സാധിച്ചത്? അതേ വിജയമല്ലേ നമുക്ക് ഏതാണ്ട് ഇതേ രൂപത്തിൽ മഹാരാഷ്ട്രയിൽ കൊയ്യാൻ? ഇവിടെയൊക്കെ വൈജാത്യങ്ങൾ ഉണ്ടാകും, ഭൗതിക സാഹചര്യങ്ങളും സാമൂഹിക അന്തരീക്ഷത്തിലും വൈജാത്യങ്ങളും വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ ഓരോ സ്ഥലത്തേക്കും അനുയോജ്യമായ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിനും മികച്ച സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തുന്നതിനും രാഷ്ട്രീയ വിഷയങ്ങൾ ഉന്നയിക്കുന്നതിനും വേണ്ടി BJPക്ക് സാധിക്കുന്നു. നോക്കൂ, അഴിമതി ഒരു ചില്ലറ വിഷയമല്ല. ദ്രാവിഡ കക്ഷികൾ എല്ലാ കാലത്തും അതിൽ നിന്ന് വിമുക്തരായിരുന്നു. പക്ഷെ ഇടക്കാലത്ത് വന്ന എന്താണ് ഏറ്റവും അവസാനം നമ്മുടെ മുമ്പിൽ ലഭിച്ചിരിക്കുന്ന 3-4 സ്കാമുകളുണ്ട്. ഏതാണ്ട് 5600 കോടി രൂപയുടെ ആവിൻ മിൽക്ക് സ്കാം ആയാലും BGR സ്കാം ആയാലും റിയൽ എസ്റ്റേറ്റ് സ്കാം ആയാലും ഈ നേതാക്കന്മാരിങ്ങനെ തടിച്ചു കൊടുക്കുകയും മധ്യവർഗവും താഴേക്കും നിരാശരാകുകയും ചെയ്യുന്നതിനെ സമർത്ഥമായിട്ട് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ആ തരത്തിലുള്ള സംഘടനാ പ്രവർത്തനം നടത്താൻ BJPക്ക് സാധിക്കും. അതിന്റെ വിജയം കൊയ്യാൻ കഴിയുമെന്നതിന്റെ കണക്കൂടലാണ് BJPക്ക് ഉള്ളത്.